പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ വളരെ ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എബ്രായ ലേഖനം 4-12 ഇങ്ങനെ കാണുന്നു: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തരയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയുള്ളതും ആത്മാവിനെയും പ്രാണനെയും സദ്യമച്ചകളെ വാർവടിപ്പിക്കും വരെ തുളച്ചുകളെന്നും ഹൃദയത്തിലെ ചിന്തനങ്ങളെ ഭാവങ്ങളെ വിവേചിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം ജീവൻ നൽകുന്നതാ. ജീവിതത്തിൽ തണുത്തുറഞ്ഞ് മടുത്തിരിക്കുന്ന അനുഭവത്തിലിരിക്കുന്നവർക്കും ദൈവവചനത്തിൻ്റെ ദൂത് കേൾക്കുമ്പോൾ, ദൈവവചനത്തിൻ്റെ ശക്തമായൊരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ അവർ ജീവൻ ഉളവാക്കുന്ന ഒരു ശക്തമേറിയ ഉറവിടമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ മടുത്തു, ജീവിതത്തിൽ നിരാശയിലായിരിക്കുന്നുവെങ്കിൽ നമ്മെ ജീവിപ്പിക്കുന്ന പ്രത്യാശ നൽകുന്ന ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനമാണ്. ഒരിക്കൽ പത്രോസ് യാക്കോബ് നടന്ന് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിലേക്ക് വരുമ്പോൾ, പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിലേക്ക് വരുമ്പോൾ 40 വയസ്സിലധികം പ്രായമുള്ള ഒരുവൻ ജീവിതത്തിൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ ജീവിതത്തിൽ നിരാശയായി കഴിയുമ്പോൾ, മറ്റുള്ളവരുടെ ആശ്രയത്തിൽ മാത്രം മറ്റുള്ളവരുടെ മുമ്പിൽ കരം നീട്ടി കഴിയുന്ന ആ മനുഷ്യനോട് പത്രോസും യോഹന്നാനും ഒരുമിച്ച് നിന്ന് പറയുകയാണ്: നീ എഴുന്നേൽക്കാൻ പോകുക, ഞങ്ങളുടെ കയ്യിൽ പൊന്നും വെള്ളിയൊന്നുമില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാൻ പോകുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ബലപ്പെടുത്തിയപ്പോൾ, ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അവൻ്റെ കാതിൽ മുഴങ്ങിയപ്പോൾ, 40 വർഷമായി എഴുന്നേൽക്കാൻ കഴിയാതെ, 40 വർഷമായി സ്വയമായി നടക്കാൻ കഴിയാത്തവനെ എഴുന്നേൽപ്പിച്ചതിൻ്റെ പിറകിൽ ജീവനായ ദൈവത്തിൻ്റെ വചനം പരിവർത്തിച്ചു. ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ എഴുന്നേൽക്കാൻ കഴിയാതെ ആരൊക്കെയോ നിന്നെ പിടിച്ചിരുത്തി നീ എഴുന്നേറ്റ് നടക്കത്തില്ല, നിന്നെ കൊണ്ട് സാധിക്കത്തില്ല, സാധ്യത നിന്റെ ജീവിതത്തിൽ ഇല്ലെന്ന് പറയുന്നിടത്ത് ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയുന്നു: ദൈവത്തിൻ്റെ ദൈവത്താൽ സകലതും സാധ്യം. ലോകം നിന്നെ നോക്കി അസാധ്യമെന്ന് പറയുമ്പോൾ, ലോകവും മനുഷ്യരും മുഴുവൻ പറയും സാധ്യതയില്ല എന്ന് പറയുമ്പോൾ, ഇപ്പം ലാസറിൻ്റെ വീട്ടിൽ വന്നിട്ട് ലോകം മുഴുവൻ പറഞ്ഞു ലാസർ മരിച്ചു, നാറ്റം വെച്ചു, സാധ്യതയില്ല. പക്ഷെ യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവത്തിന് ചിലത് സാധ്യമായിട്ടുണ്ടെന്ന് ലോകത്തിനും മനുഷ്യർക്കും സഹപ്രവർത്തകരും പറയും നിന്റെ ജീവിതത്തിൽ സാധ്യതയില്ലെന്ന് പറയുമ്പോൾ, ദൈവം നോക്കിയിട്ട് പറയുക ഒരു സാധ്യത നിന്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. ജീവനും ചൈതന്യം നൽകുന്ന വചനത്തെ ഈ ദിവസങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തീരും. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.